എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 18 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ലോക പൈതൃക ദിനം എന്നാണ്? ലോക പൈതൃക ദിനം ഏപ്രിൽ 18 ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, IPL ഒരു സെഞ്ചുറിയും ഹാട്രിക് വിക്കറ്റ് നേട്ടവുമുള്ള മൂന്നാമത്തെ താരമായതാരാണ്? IPL ഒരു സെഞ്ചുറിയും ഹാട്രിക് വിക്കറ്റ് നേട്ടവും എന്ന റെക്കോർഡ് കൈവരിച്ച മൂന്നാമത്തെ താരമാരാണ്? സുനിൽ നരൈനാണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2020 ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ബാറ്റർ ആരാണ്? 2020 ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ബാറ്റർ രോഹിത് ശർമ്മയാണ്. നമ്മുടെ നാലാമത്തെ ചോദ്യം, 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ വാക്സിൻ ഏതാണ്? 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ വാക്സിനാണ് MEN5CV. മെനിഞ്ചൈറ്റിസ് രോഗത്തിനെതിരെ പുറത്തിറക്കുന്ന ആദ്യത്തെ വാക്സിനാണ് MEN5CV എന്നുള്ളത്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, രാജ്യത്തെ നാണ്യനിധി പ്രവചിച്ച ഇന്ത്യയുടെ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണ്? രാജ്യാന്തര നാണ്യനിധി പ്രവചിച്ച ഇന്ത്യയുടെ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് 6.8%. നമ്മുടെ ആറാമത്തെ ചോദ്യം, പ്രണയനൈരാശ്യത്താൽ പുരുഷൻ ജീവിതം അവസാനിപ്പിച്ചതിന്റെ പേരിൽ സ്ത്രീക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്താനാകില്ലെന്ന് പ്രഖ്യാപിച്ച കോടതി ഏതാണ്? പ്രണയനൈരാശ്യത്താൽ പുരുഷൻ ജീവിതം അവസാനിപ്പിച്ചതിന്റെ പേരിൽ സ്ത്രീക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്താനാകില്ലെന്ന് പ്രഖ്യാപിച്ച കോടതി ഡൽഹി ഹൈക്കോടതിയാണ്. അടുത്തത്, ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും പരാമർശിച്ച ഹൈക്കോടതി. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും പരാമർശിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് പിച്ച് സ്ഥാപിക്കുന്ന BCCI അംഗീകൃത സ്റ്റേഡിയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് പിച്ച് സ്ഥാപിക്കുന്ന BCCI അംഗീകൃത സ്റ്റേഡിയം ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയമാണ്. ധർമ്മശാലയിലാണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നോട്ട്സ് വേണ്ടവർ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്